പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ജൂൺ മാസത്തില് ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസത്തില് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ത്രിയേക ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ തിരുഹൃദയത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ആ തിരുഹൃദയത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും കൃപകളും സ്വന്തമാക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസത്തില് മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തിരുഹൃദയത്തിന്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ മുഴുവനായിട്ടും അങ്ങേ തിരുസന്നിധിയില് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹവും ആ കരുണയും അനുഭവിക്കാൻ, ആ തിരുഹൃദയം നൽകുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകമാവിധം സമർപ്പിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി തിരുഹൃദയത്തിന്റെ വലിയ സംരക്ഷണത്തില് ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ കൂട്ടായ്മയെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജൂൺ മാസം നമ്മെ സംബന്ധിച്ച് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മാസം. ആ തിരുഹൃദയത്തെ വണങ്ങുന്ന ആ സ്നേഹം മുഴുവനും സ്വന്തമാക്കാൻ ദൈവം കൃപ ചൊരിഞ്ഞിരിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തോടെ തിരുഹൃദയനാഥന് മുമ്പില് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കും. നമ്മുടെ ഈ മാസത്തില് നമ്മുടെ മക്കളുടെ 3 പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒപ്പം നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്ന അനേക മക്കളുടെ നിയോഗങ്ങള് ഒരുമിച്ച് നമ്മുടെ തിരുഹൃദയനാഥന് മുമ്പില് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയ സ്നേഹം നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നിറഞ്ഞൊഴുകുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയം എന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ സാന്നിധ്യമാണ്. അതായത് ദൈവം തന്റെ സ്നേഹം തന്റെ മക്കളോട് പ്രകടിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു, നമുക്ക് വേണ്ടി മരിക്കുന്നു, നമുക്ക് വേണ്ടി തന്റെ തിരുശരീരം തിരുരക്തം നൽകുന്നു, നമ്മെ ചേർത്ത് പിടിക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ തരുന്നു. പിതാവായ ദൈവത്തെ സ്വന്തം അപ്പനെ പോലെ അപ്പനായി തരുന്നു. അങ്ങനെ എല്ലാം തന്ന് ദൈവം തന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ വലിയൊരു പ്രകടനമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ തിരുഹൃദയം. തന്റെ സ്നേഹം എല്ലാവരും അറിയണം. ആ സ്നേഹത്തിലേക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടു വരണം. ആ സ്നേഹം നൽകുന്ന അനുഗ്രഹങ്ങള്, കൃപകള്, സന്തോഷം, സമാധാനം, സ്നേഹം എല്ലാ മക്കളും അനുഭവിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഈശോ തിരുഹൃദയത്തിന്റെ വലിയ ഒരു ഭക്തി വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കിലൂടെ, പിന്നീട് വിശുദ്ധ മരിയ ഫൗസ്റ്റീനായിലൂടെ ദൈവ കരുണയുടെ സ്നേഹത്തിന്റെ പാരമ്യമായ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തം, തിരുജലം, ആ സ്നേഹം, ആ സ്നേഹാഗ്നി, ഇതെല്ലാം പ്രകടമാക്കിക്കൊണ്ട് നമ്മെ എന്തുമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി വെളിപ്പെടുത്തി തരികയാണ്. നമുക്കറിയാം, ചരിത്രങ്ങളൊക്കെ ഈ മാസത്തില് പലപ്പോഴായിട്ട് നമ്മള് ശരിക്കും ധ്യാനിക്കും. ചെറുതായിട്ട് അച്ഛൻ പറയണം, 17ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിന്റെ പ്രത്യേക ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. എന്താ പറയുക, എൻലൈറ്റൻഡ് മൂവ്മെന്റ്. മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ സ്വയം പ്രാപ്തനാണ്, ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ അവിടെ ദൈസം എന്നൊരു
ശാസ്ത്രം വന്നു, ഒരു ഭാഷ ഉണ്ടെന്ന പോലെ. ദൈസം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടാവ് ഒരു വാച്ച് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സൃഷ്ടാവ്. അങ്ങനെ ദൈവത്തെ മാറ്റി നിർത്തിയ ഒരു മനുഷ്യൻ. രണ്ട്, ജാൻസെനിസം എന്ന് പറഞ്ഞാല് ദൈവം സൃഷ്ടിക്കുന്നു, പക്ഷെ കർക്കശക്കാരൻ മനുഷ്യ മക്കളെ ശിക്ഷിക്കുന്ന ആ ഒത്തിരിയേറെ കർക്കശത്തോടു കൂടി മനുഷ്യ മക്കളെ കാണുന്ന ഒരു ദൈവം, സ്നേഹമില്ലാത്തവൻ. അങ്ങനെ ഈ ജാൻസെനിസത്തിലൂടെ ദൈവത്തെ വെറുക്കാനും ദൈവത്തെ ഭയം തോടാനും ദൈവത്തെ തന്നെ മാറ്റി നിർത്താനുമുള്ള വലിയൊരു പ്രവണത. അതോടൊപ്പം തന്നെ ഇലൂമിനാറ്റി, പൈശാചിക ആരാധനകൾ, പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ദൈവത്തെ വിട്ട് പിശാചിനെ പിന്നാലെ പോകുന്ന ഇലൂമിനാറ്റി. ഇന്ന് ഇലൂമിനാറ്റിയുടെ ശക്തമായ അവസ്ഥകൾ നമുക്കറിയാം. പിശാചിനെ ആരാധിക്കുന്ന, പിശാചുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് അവനെ ആരാധിച്ച് ശക്തി സ്വീകരിച്ച് ദൈവമക്കളെ അകറ്റുന്ന പ്രവൃത്തി, അതൊക്കെ തുടങ്ങിയത് ഈ 17-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ ദൈവത്തെ വിട്ടു പോകുന്ന ആ കാലഘട്ടത്തില് 1637 ദൈവമായ കർത്താവ് ഈ മേരി മാർഗരറ്റിന് പ്രത്യക്ഷപ്പെടുക. അതെവിടെ വെച്ചതറിയോ? ഒരു ബാറിൽ വച്ചാണ് മേരി മാർഗരറ്റിന് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞിട്ട്, മകളെ നീ എന്റെ അരികിൽ ഇരിക്കാമോ? യോഹന്നാൻ ഇരുന്ന പോലെ ആ സ്നേഹത്തില്, ആ മാറോട് ചേർന്ന് ആ വശത്തില് ഇരിക്കാമോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ ഈ മകൾ അനുഭവിക്കണം. പിന്നീട് പലവട്ടം ഈ മേരി മാർഗരറ്റിന് പ്രത്യക്ഷപ്പെടുമ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഈശോ തന്റെ ഫിസിക്കൽ ഹാർട്ട്, തന്റെ ഹൃദയം കാണിച്ചു കൊടുത്തു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ജ്വലിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിക്കും. സ്നേഹാഗ്നി ജ്വാലയാൽ എരിയുന്ന ഹൃദയം, നമുക്ക് വേണ്ടി മുറിവേറ്റ ഹൃദയം, കുത്തി തുറക്കപ്പെട്ട ഹൃദയം, മുൾമുടിയാൽ ചുറ്റപ്പെട്ട ഹൃദയം. ആ ഹൃദയം തുടിക്കുന്ന ആ സ്നേഹത്തിന്റെ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ മകളെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ആനയിച്ചുകൊണ്ട് തിരുഹൃദയത്തിന്റെ സ്നേഹവും അതിന്റെ വാഗ്ദാനങ്ങള്, അനുഗ്രഹങ്ങള് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് തിരുഹൃദയ ഭക്തിയിലേക്ക് ഈ ദൈവജനത്തെ നയിക്കുവാൻ ഈ മകളെ ദൈവം തിരഞ്ഞെടുത്തു. ഈ മാസം അതിന്റെ വാഗ്ദാനങ്ങളും അതിൻ്റെതായ അർത്ഥങ്ങളും പശ്ചാത്തലങ്ങളും അവസ്ഥാന്തരങ്ങളും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഈ മാസം മുഴുവനും നമ്മൾ ധ്യാനിച്ച് സ്വീകരിക്കണം. വിശുദ്ധ ഫൗസ്റ്റീന 1924 ദൈവത്തെ വിട്ടകന്നു പോയ ജനത്തിന്റെ മുമ്പില് പാപത്തിലേക്ക്, കഠിന പാപത്തിലേക്ക് വീണുപോയ മാനവ രാശിയിലേക്ക് ദൈവ കരുണയുടെ സന്ദേശമായിട്ട് ഈ വിശുദ്ധ മരിയ ഫൗസ്റ്റീന അവളെ അവിടെ നിന്ന് വിളിച്ചറിയോ? ഒരു ഡാൻസ് പാർട്ടിയിൽ നിന്നാണ് ഈ മരിയ ഫൗസ്റ്റീനയെ ഈശോ വിളിക്കുന്നത്. ഈശോയെ വിട്ടുപോകുന്ന മക്കളെ, ലോകത്തിലേക്ക് പോകുന്ന മക്കളെ, നശിച്ചു പോകുന്ന മക്കളെ ദൈവ സ്നേഹം കൊണ്ട് നിറച്ച് ദൈവ കരുണയിൽ പൊതിഞ്ഞ് ദൈവ സ്വന്തമാക്കുന്ന വലിയ സന്ദേശമാണ് മക്കളെ തിരുഹൃദയത്തിന്റെയും ദൈവ കരുണയുടെയും സ്നേഹത്തിന്റെ സന്ദേശം. നമ്മുടെ മക്കൾ ഇതൊക്കെ വച്ച് നമ്മൾ നോക്കുമ്പോ ഈ കാലഘട്ടം അന്നത്തെ പോലെ കാലഘട്ടമാണ്. ഇലുമിനാറ്റിയുടെയും ഫ്രീമേസൺസിന്റെയും ദൈവം വേണ്ട, അവനവനിൽ തന്നെ എൻലൈറ്റൻഡ് പ്രകാശമുണ്ട്, ദൈവത്തെ ആവശ്യമില്ല. അങ്ങനെ എല്ലാം വിട്ട് ലോകത്തിന്റെ പിന്നാലെ ബാറും പബ്ബും കറക്കും ലഹരിയും ലോകാരൂപിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ തിരുഹൃദയത്തിന്റെ സാന്നിധ്യം, സ്നേഹം, കരുണ അറിഞ്ഞ് അനുഭവിച്ച് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഇന്ന് മുതല് ഈ ജൂൺ മാസം മുഴുവനും തിരുഹൃദയത്തിന് മുമ്പില് ആ സ്നേഹം സ്വന്തമാക്കാൻ, ആ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ, അതിലൂടെ ദൈവം തന്നെ നൽകുന്ന ആ വലിയ കരുണയും സ്നേഹവും സ്വന്തമാക്കാൻ, അതിന്റെ സംരക്ഷണം, അതിന്റെ കൃപകള് ഒക്കെ നമ്മൾ ധ്യാനിക്കും. തിരുഹൃദയം നമുക്ക് ആശ്വാസമാണ് മക്കളെ, തിരുഹൃദയം നമുക്ക് സൗഖ്യമാണ് മക്കളെ, തിരുഹൃദയം നമുക്ക് സ്നേഹമാണ് മക്കളെ, തിരുഹൃദയം നമുക്ക് എല്ലാമാണ് മക്കളെ. ആ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ ദിവ്യാന് മുമ്പില് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്നെ മനസ്സിലേക്ക് പണ്ടത്തെ ഒരു പാട്ടില്ലേ, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം. ആ പാട്ട് വന്നു, അതിന്റെ അനുപല്ലവിൽ ഇങ്ങനെ പാടുന്നുണ്ട്. അമ്മ എന്നെ മറന്നാലും
ഈ ലോകമെന്നെ വെറുത്താലും അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. ആ ഒരു വാക്ക് ഈരടികള്, അനുകമ്പാർദ്രമാം ഹൃദയം എപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു പറഞ്ഞപ്പോ ഞാൻ അറിയാതെ വാവിട്ട് കരഞ്ഞ് എന്നെ വിളിച്ചുപോയി തമ്പുരാന് മുമ്പിൽ. ആ സ്നേഹം എനിക്ക് വേണ്ടി തുടിക്കുന്ന, എന്നെ ഓമനയായി കരുതുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം അതനുഭവിച്ച, അത് സ്വന്തമാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ യുവമക്കളൊന്നും വഴിതെറ്റി പോവില്ല. എല്ലാ സ്നേഹവും തരാൻ ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഏത് സ്നേഹം കിട്ടിയില്ലേലും എന്റെ കർത്താവിന്റെ സ്നേഹം, ആ തിരുഹൃദയ സ്നേഹം കിട്ടിയാൽ അതിൽ സംതൃപ്തമാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, ഈ സ്നേഹത്തിന് മാത്രമേ നമ്മെ സംതൃപ്തിപ്പെടുത്താൻ പറ്റൂ. ഈ ദിവസങ്ങളില് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് നമ്മയും നമ്മുടെ മക്കളെയും സമർപ്പിക്കാം. ഇവിടെ എല്ലാം ഉണ്ട് മക്കളെ. അതുകൊണ്ടാണ് ഈ ഒരു ജൂൺ മാസത്തില് മക്കളുടെ നിയോഗങ്ങൾക്കായിട്ട് തിരുഹൃദയത്തിന് മുമ്പില് പ്രാർത്ഥിക്കാം എന്നൊരു സന്ദേശത്തില് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം സംരക്ഷണമൊക്കെ കൂടുതൽ ധ്യാനിച്ച് സ്വന്തമാക്കി ആ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ നമ്മുടെ മക്കൾ സംതൃപ്തരായി, സംരക്ഷിതരായി, സൗഖ്യത്തിലും സമാധാനത്തിലും ജീവന സമൃദ്ധിയിലും അറിയപ്പെടുന്നവരായി മാറുവാൻ ഇടയാകണം. അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളുടെ 3 നിയോഗങ്ങള് ഈ ഒരു മാസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ജൂൺ മാസത്തിന്റെ എല്ലാ കൃപകളും ചൈതന്യവും സൗഖ്യവും സമാധാനവും വിടുതലും സംരക്ഷണവും നിറച്ചു നൽകി തിരുഹൃദയനാഥൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയില് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മാസത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ മേരി മാർഗരറ്റിലൂടെയും വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെയും വിശുദ്ധ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവ സ്വന്തമാക്കി സ്വീകരിക്കുവാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുള്ള സ്നേഹം പ്രകടമാക്കുവാൻ വേണ്ടി അങ്ങ് സ്വീകരിച്ച വഴികൾ ഏറെയാണല്ലോ കർത്താവേ. അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ഞങ്ങളുടെ കൂടെ വസിച്ചു, സൗഖ്യം നൽകി, ജീവൻ നൽകി, പാപമോചിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദിവ്യകാരുണ്യമായി മാറി. അങ്ങനെ അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ അങ്ങ് എത്രയോ ആഗ്രഹിച്ചു. പിടക്കോടി അതിന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിലെന്ന പോലെ അങ്ങയോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി അങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അങ്ങയുടെ മക്കള് അങ്ങേ വിട്ട് അകന്നു പോയപ്പോ അങ്ങ് ഇറങ്ങി വന്ന് വീണ്ടും ഇടപെട്ടു ചരിത്രത്തില്. വിശുദ്ധ മേരി മാർക്കറ്റ് അലക്കോക്കിലൂടെയും വിശുദ്ധ മരിയ ഫൗസ്റ്റീനായിലൂടെയും അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹവും ആ കരുണയും അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവേ, ഈ ജൂൺ മാസത്തില് മേരി മാർക്കറ്റ് അലക്കോക്കിലൂടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളും സ്നേഹത്തിന്റെ പാരമ്യവും അങ്ങ് വെളിപ്പെടുത്തി തന്നുകൊണ്ട് വീണ്ടും വീണ്ടും വാഗ്ദാനങ്ങളിലൂടെ ആ സ്നേഹത്തെ ഉറപ്പിക്കുമ്പോ കർത്താവേ, ആ കരുണാർദ്ര ഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് ഓടിയണയുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവേ, ആ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നിറച്ചു വച്ചുകൊണ്ട് കർത്താവേ, അങ്ങ് ഞങ്ങളെ കാത്തിരിക്കുമ്പോ ആ തിരുഹൃദയത്തിലേക്ക് ഓടിയണയുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. കർത്താവെ, പ്രത്യേകമാവിധം അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ അവസ്ഥകൾക്കും അങ്ങേ തിരുഹൃദയത്തിൽ സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, സംരക്ഷണമുണ്ട്, വിടുതലുണ്ട്. അതെല്ലാം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക്, കർത്താവിന്റെ തിരുഹൃദയ സാന്നിധ്യമാണ് മക്കളെ വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലേക്ക്
തുറക്കപ്പെട്ട ഹൃദയമാണ് ദിവ്യകാരുണ്യം. നമ്മുടെ മധ്യേ ഈശോ എഴുന്നള്ളി വരുമ്പോ ഈ തിരുവോസ്തിയില് ഈശോയുടെ തുറക്കപ്പെട്ട തിരുഹൃദയം കാണണം മക്കളെ. ആ സ്നേഹമാണ് ദിവ്യകാരുണ്യം, ആ ഹൃദയമാണ് ദിവ്യകാരുണ്യം. അടയാത്ത വാതിൽ. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിത മേഖലകള്, നമ്മുടെ മക്കളുടെ 3 നിയോഗങ്ങള്, നമ്മുടെ പൊതുവായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വണക്കമാസത്തിന്റെ 1-ാം ദിവസത്തില് നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. ജപം. അനന്ത സ്നേഹ സ്വരൂപിയായ സർവേശ്വര, ഈശോയുടെ തിരുഹൃദയം വഴിയായി അപേക്ഷിക്കുന്നവയെല്ലാം, ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗരീത്ത മറിയത്തോട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ. അങ്ങയുടെ അനന്ത പ്രതാപത്തിന് മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായി ഈ മാസത്തിൽ വിശുദ്ധ മർഗരീത്തായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തരുളണമേ. ദൈവമായ കർത്താവേ, അങ്ങയിൽ നിന്ന് ബഹുമാനം, ഐശ്വര്യം ആദിയായവ ഞാൻ ഇച്ഛിക്കുന്നില്ല. അങ്ങയുടെ ദിവ്യനാദം എല്ലാവരും അറിയുന്നതിനും അങ്ങേ സ്നേഹം എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിനും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ഞങ്ങളുടെ യുവമക്കളെ അനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്നെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, ദിവ്യഹൃദയത്തിൽ നാഥയെ ഞങ്ങൾ അപേക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നത് പോലെ സകല വാഗ്ദാനങ്ങളും വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കണമെന്ന് പൂർണ്ണമായി ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിനു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്തയോടെ നിറവേറ്റുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. ഈ മാസം മുഴുവനും മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി ദിവ്യാന സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. ഓരോ ദിവസവും ഓരോ മേഖലകളെ കണ്ട് പ്രാർത്ഥിച്ച് ആ ദിവ്യകാരുണ്യത്തിന്റെ ആഴങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കുവാൻ, അത് സ്വന്തമാക്കുവാൻ ഈ മാസം മുഴുവനും ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് പ്രസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിന്റെ വലിയ കരുണ സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈ മാസത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ
നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, എല്ലാ ദൈവിക സംവിധാനങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മാസം തന്നെ നമ്മൾ ദിവ്യകാരുണ്യ യാത്രകള്, ജപമാല പ്രദക്ഷിണങ്ങള് ആരംഭിക്കുകയാണ്. കർത്താവിന്റെ തുറക്കപ്പെട്ട തിരുഹൃദയം ലോകം മുഴുവനും സ്നേഹത്താൽ നിറയ്ക്കട്ടെ. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് യാചിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ആദ്യ ദിവസത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.